BMH Bodyguard brought to you by Baby Memorial Hospital, Calicut, Kannur. റിയാസേ, എന്താ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ കയ്യില്? ആരാ ഉള്ളത്? എന്റെ മോന ഇന്നലെ അവൻ പഠിക്കുന്ന സ്കൂളിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായി. ഓ, അത് നിന്റെ മകനായിരുന്നോ? ചാനലിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടിരുന്നു റിപ്പോർട്ട്. എന്താ അല്ലേ, എന്ത് തരം വിദ്യാഭ്യാസവും നമ്മുടെ പിള്ളേര് നേടുന്നു. പട്ടിയെ തല്ലും പോലെ അവന്മാരെന്റെ മോനെ ഓടിച്ചിട്ട് തല്ലിയത്. റാഗിങ് എന്നൊക്കെ നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ എന്താ പറയുക? അവനോട് പാട്ട് പാടാൻ സീനിയർ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്രേ. രണ്ടുപേരും മാത്രമേ പാടിയുള്ളൂ എന്നും പറഞ്ഞ് ഗേറ്റിൽ കാത്തു നിന്ന് തല്ലിച്ചതച്ചതാണ്. എന്റെ മോനിപ്പോൾ ആഹാരം കഴിക്കാൻ പോലും വാ തുറക്കാൻ പറ്റുന്നില്ല. എന്തായാലും കേസായല്ലോ, ബാക്കി പോലീസുകാർ നോക്കിക്കോളൂ. എന്നാലും ഇതിനൊരു അറുതി വേണ്ടേ? കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയോട് കരുണ തോന്നാത്ത ഈ മക്കൾ വളർന്നു വലുതാകുമ്പോൾ എന്തായിത്തീരും? ഒരു കൂട്ടം അക്രമികൾ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നാടിന് എന്താ നേട്ടം? നഷ്ടമല്ലാതെ. എന്തായാലും നിങ്ങൾ രക്ഷിതാക്കൾ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം. ഇനി ഒരു വിദ്യാലയത്തിൽ ഇതുപോലുള്ള അക്രമങ്ങൾ ആവർത്തിച്ചുകൂടാ. വിദ്യാഭ്യാസത്തിലൂടെ ലോക വിവരം മാത്രം നേടിയാൽ മതിയോ നമ്മുടെ മക്കൾ? മനസ്സിൽ കരുണയും വാക്കുകളിൽ ആർദ്രതയും നോട്ടങ്ങളിൽ സ്നേഹവുമില്ലാതെ അവർ വിദ്യാലയങ്ങളുടെ പടിയിറങ്ങിയാൽ തോറ്റുപോകുന്നത് നമ്മൾ തന്നെയല്ലേ? റാഗിംഗ് നിയമം മൂലം നിരോധിച്ച നാട്ടിലാണ് പച്ചയായ ഈ നിയമലംഘനം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. റാഗിംഗ് എന്ന പേരിൽ കുട്ടികൾ കാണിച്ചു കൂട്ടുന്നത് ക്രൂരതയുടെ ഏറ്റവും വികൃതമായ മുഖമാണെന്ന് സമീപകാല സംഭവങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. മരണം പോലും സംഭവിച്ചേക്കാവുന്ന വിധം ക്രൂരമായി ആക്രമിക്കുന്നു സ്വന്തം സഹപാഠിയെ. അവരിൽ ഉണർന്നിരിക്കുന്നത് മൃഗീയ വാസനയാണെങ്കിൽ ശരിയായ വിദ്യാഭ്യാസം കൊണ്ട് അതിനെ തുടച്ചു നീക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പോലീസും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാൻ ഇനി ഒരു നിമിഷം പോലും വൈകിക്കൂടാ. ലെറ്റ് us ചേഞ്ച്. BMH Bodyguard brought to you by Baby Memorial Hospital, Calicut, Kannur.